പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ വചനദീപ്തി ശുശ്രൂഷയ്ക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം. അവിടെ നമ്മളിങ്ങനെ വായിക്കും: സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യാത്മാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്വത്തിലെ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ്, ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ഒരാളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്. രണ്ടാമതും ഈശോ പറയുന്നുണ്ട്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് സുപരിചിതമായ വചനമാണ്. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന്. അപ്പം ഈശോ തന്നെയാണ് സത്യമെന്ന് ഈശോ പറഞ്ഞു വെച്ചിരിക്കുക. നമുക്കിതിനെ കണക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 1:1 ആരംഭിക്കുന്ന ഇങ്ങനെ തന്നെയാണ്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയും, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് ഈശോ പറയുമ്പോൾ സത്യം തന്നെയായ വചനം മാംസം ധരിച്ച് നിൽക്കുന്നതാണ് ഈശോ. അപ്പം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരാൾക്ക് യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കും. 2, തിരുവചനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കും. വചനമായ ദൈവത്തെക്കുറിച്ചും മാംസമായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. ഇങ്ങനെ ഒരറിവ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ഒരറിവ് ലഭിച്ച ഒരാളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമ്മൾ പഠിക്കും. നമുക്കത് മനസ്സിലാക്കുമ്പോഴാണല്ലോ, അടയാളങ്ങൾ, അത്ഭുതങ്ങളൊക്കെ കാണുമ്പോഴാണല്ലോ നമ്മൾ ക്രിസ്തുവിനെ ദൈവമായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ച ഒരാളെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുകയാണ്. 40-ാമത്തെ വാക്യം. പരിശുദ്ധ അമ്മ മറിയം എലിസബത്തിൻ്റെ സക്രിയ പ്രവാചകൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തു എന്നാണ് നമ്മളവിടെ വായിക്കുക. മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് 41-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കും. മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നതിൻ്റെ ഒരു അടയാളം, നമുക്ക് മനസ്സിലാകാനായിട്ടുള്ളൊരു കാര്യം അവിടെ സുവിശേഷകൻ എഴുതിയിരിക്കുന്നത്, എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചുചാടിയെന്ന്. അതൊരു വെറും സന്തോഷമൊന്നുമല്ല. ഗലാത്യ ലേഖനം 5-ന്റെ 22-23 വാക്യങ്ങളിൽ നമ്മൾ വായിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇവയാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഫലങ്ങൾ ഇവയാണ്. അതിൽ പ്രധാനമായിട്ട് പറയുക സ്നേഹം, സമാധാനം, സന്തോഷം. അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ പറയുന്നത്. 9 ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളോട് പഠിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫലമാണ് സന്തോഷം. അപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ 6 മാസമായി കിടക്കുന്ന ഒരു കുഞ്ഞായിട്ട് കിടക്കുകയാണ് യോഹന്നാൻ മാംദാന. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവ് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സന്തോഷം കൊണ്ട് നിറഞ്ഞ് കുതിച്ചുചാടുകയാണ്. നോക്കണം. അപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈശോ പറഞ്ഞതിൻ്റെ ആ വ്യക്തത നമുക്ക് നൽകുന്നത്. എലിസബത്തിൻ്റെ ചേച്ചിയുടെ മകളാണല്ലോ മറിയം, അല്ലെങ്കിൽ ഈശോയുടെ അമ്മ ബയോളജിക്കലായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ മകളെ വിളിക്കേണ്ട വേർഡ് അങ്ങനെ എന്താ നമുക്കറിയാം, മോളെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം വിളിക്കുക, മറിയാമ്മയെന്നൊക്കെ എന്തെങ്കിലും ആട്ടെ. പക്ഷെ അതിന് പകരമായിട്ട് ഈ എലിസബത്ത് ഒരു യഹൂദ സ്ത്രീയാണ്, ഒരു യഹൂദ പുരോഹിതൻ്റെ, പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയത്തിലെ ഒരു പ്രധാന പുരോഹിതൻ്റെ ഭാര്യയും കൂടെയാണ് എലിസബത്ത്. പ്രായമായൊരു സ്ത്രീയാണ്, കൊച്ചുപെണ്ണൊന്നുമല്ല. ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഭയങ്കരമായിട്ട് സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണല്ലോ, 1-ാം പ്രമാണത്തെക്കുറിച്ച്: ഇസ്രായേലേ കേൾക്കുക, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കരുതെന്ന്. അങ്ങനെയാണെങ്കിൽ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ഒന്നിൻ്റെയും, സ്ത്രീയുടെ പുരുഷൻ്റെ ഒന്നും രൂപം ഉണ്ടാക്കരുത് എന്നൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവിടെ.
അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് യഹോവയാണെന്ന് അറിയുകയും ആ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ ആരാധിക്കുകയും ചെയ്യുന്ന എലിസബത്ത് മറിയത്തെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകൾ അങ്ങനെയല്ല. നമ്മളിങ്ങനെ വായിക്കും. 43-ാമത്തെ വാക്യം ലൂക്കാ സുവിശേഷത്തിൻ്റെ 1:43 വരുമ്പോഴേക്കും എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ എൻ്റെ ഉദരത്തിലെ ശിശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുതിച്ചുചാടി. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ് എലിസബത്ത് മറിയത്തെ വിളിക്കുക. ചേച്ചിയുടെ മകളാണ്, സഹോദരി പുത്രിയാണ്, അങ്ങനെയല്ല വിളിക്കേണ്ടത് നമുക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മാവാണ് എലിസബത്തിനെ പഠിപ്പിക്കുന്നത്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ആ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതാണ് സത്യം. അതുകൊണ്ട് എലിസബത്തിന് ആരാണ് ഈ നിർദ്ദേശം കൊടുത്തത്? അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലിസബത്ത് ഇങ്ങനെ ഉദ്ഘോഷിച്ചു. ലൂക്കാ 1:42 നമ്മൾ വായിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലിസബത്ത് ഇങ്ങനെ ഉദ്ഘോഷിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? നിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചുചാടി. വളരെ വ്യക്തതയുള്ള വാക്കുകളാണ്. ഒരു ജൽപ്പനോ അല്ല ഊഹാഭോഗമോ ഒന്നുമല്ല, വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയാണ്. നീ എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, പലർക്കും പരിശുദ്ധ അമ്മയെ കർത്താവിൻ്റെ അമ്മയായിട്ട് അങ്ങ് സ്വീകരിക്കാനും അംഗീകരിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. യേശുവാണ് ഏകരക്ഷകൻ. നമുക്കറിയാവുന്ന വചനമാണ്. അപ്പോസ്തലർ നടപടി പുസ്തകം 4:12 നമ്മൾ വായിച്ചു വെച്ചിരുന്നു. പഠിച്ചിരിക്കുന്നത് എന്താണ്? ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൻ്റെ നാമം അല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ള യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയം എന്ന് പറയുമ്പോൾ മറിയത്തിന് അത്ര മോശമല്ലാത്തൊരു സ്ഥാനമുണ്ട്. എനിക്ക് നിങ്ങൾക്കൊക്കെ അമ്മയുണ്ട്, നമ്മൾ അമ്മയില്ലാതെ ഉണ്ടായവരല്ല. അപ്പോൾ നമ്മുടെ അമ്മയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും. സമ്മതിക്കുമോ? നമ്മൾ അപ്പനെ പറഞ്ഞാൽ അമ്മയെ പറഞ്ഞാൽ തല്ലാൻ നിൽക്കുന്നവർ, വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നവർ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈശോയുടെ അമ്മയല്ലേ മറിയം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ എലിസബത്തിനത് മനസ്സിലാക്കി കൊടുക്കുക, നീ കർത്താവിൻ്റെ അമ്മയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആർക്കാണ് മറിയത്തെ കർത്താവിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് ഏറ്റുപറയാൻ പറ്റുക, അല്ലെങ്കിൽ അത് ഉറപ്പിച്ച് പറയാൻ പറ്റുക? അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി പരിശുദ്ധാത്മാവിനെ കിട്ടിയും വരങ്ങൾ, ഫലങ്ങൾ, ദാനങ്ങളൊക്കെ പ്രകടമായി വലിയ ശുശ്രൂഷ ചെയ്യുന്നവരും പലരും പറയാറുണ്ട്, പരിശുദ്ധ അമ്മ അവിടെ പ്രാർത്ഥിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കത്തോലിക്ക സഭയിലല്ല, മറ്റിതര സഭകളിലെ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തിയൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. യോഹന്നാൻ 16:13 പറയുന്നത് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നാണ്. അപ്പോൾ സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ഒരാളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിന് അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം? ഇപ്പോൾ ഒരു വൈദികനാകാൻ അഭിഷേകം ചെയ്യുന്നു, അല്ലെ മെത്രാനച്ഛനാകാൻ അഭിഷേകം ചെയ്യുന്നു ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. തേനഭിഷേകം, പാലഭിഷേകം, വെള്ളം കൊണ്ടാണേലും ഒരു അഭിഷേകം ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അത് ആ പുറമേ കൂടെ അങ്ങ് പോകുന്നതാണ്. ആ അഭിഷേകത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പം നമ്മുടെ മേലാണേലും എന്തുകൊണ്ട് അഭിഷേകം ചെയ്താലും, ഇപ്പം ദാവീദിനെ ഇസ്രയേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. സാവൂളിനെ ഇസ്രയേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നുണ്ട്. ഒലിവുതൈലം തലയിൽ കൂടെ ഒഴിച്ച് അത് പുറമേ കൂടെ കടന്നു പോകും. 133-ാം സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കും, അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലൂടെ ഒഴുകിയിറങ്ങുന്ന ആ അഭിഷേക തൈലം പോലെയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാർ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അങ്ങനെ പറയുന്നതെങ്കിലും ആ ഒരു അഭിഷേകം അങ്ങനെ അങ്ങ് പോകും. ഉള്ളിലേക്കല്ല അതിൻ്റെ പ്രവാഹം, അത് പുറമേലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലുമൊക്കെ വരങ്ങളോ
പ്രധാനമായ വരങ്ങളോ എല്ലാ അപ്രധാനമായ വരങ്ങളെന്നൊന്നും പറഞ്ഞ് മാറ്റമൊന്നുമില്ല. അപ്പോൾ ചിലർക്ക് നല്ല വചനപ്രഘോഷണ വരം ലഭിച്ചെന്ന് വരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ പെട്ടെന്ന് സുഖപ്പെട്ടെന്ന് വരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ. അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലുമൊക്കെ വരങ്ങളൊക്കെ പ്രകടമായെന്ന് വരും. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാകണമെന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആർക്ക് ലഭിക്കുന്നുവോ അവർക്ക് സഭയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ പൂർണ്ണമായൊരു ബോധ്യം പരിശുദ്ധാത്മാവ് അവർക്ക് നൽകും. അതാണൊരു സത്യം. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായം 32-ാം വാക്യം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സത്യം അറിയും. വചനം സത്യമാണെന്ന് നമുക്കറിയാമല്ലോ. ആ വചനത്തെക്കുറിച്ചുള്ള സത്യം അറിയുമ്പോൾ ഒരു സ്വാതന്ത്ര്യം. ഇപ്പം മാതാവിനെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. മാതാവിൽ വിശ്വസിക്കാൻ അല്ലെ മാതാവിനോട് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റാത്തൊരു സ്വാതന്ത്ര്യക്കുറവുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് മാറിപ്പോകുന്ന ആളുകൾ, വീട്ടിലാണെങ്കിൽ ഈ കുടുംബ പ്രാർത്ഥന സമയത്തൊക്കെ മാറിപ്പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള അല്ലെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുമായിട്ടുള്ള അവരുടെ ചർച്ചിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന ആളുകൾ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട്. അപ്പോൾ വചനത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിച്ചാൽ വചനമാണ് നമുക്കൊരു സ്വാതന്ത്ര്യം തരിക. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെ ആയിക്കൊള്ളട്ടെ. അതിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണെന്ന് പറയുമ്പോൾ മറിയം പറഞ്ഞിട്ടില്ലേ എലിസബത്തിനോട് ഞാൻ ഗർഭിണിയാണെന്ന്? പരിശുദ്ധാത്മാവാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നത്തെ പോലെ ലാബ് ടെസ്റ്റൊന്നും ഇല്ലല്ലോ അല്ലേ? അതും ഗർഭിണിയായ ഉടനെ അങ്ങനെയല്ലേ നമ്മൾ വായിക്കുക. ലൂക്കാ സുവിശേഷം 1:39 അവൾ തിടുക്കത്തിൽ, എപ്പോഴാണ് തിടുക്കത്തിൽ യാത്രയായത്? യൂദയായിലെ മലമ്പ്രദേശത്തിലേക്ക് മറിയം തിടുക്കത്തിൽ യാത്രയായെന്ന് സുവിശേഷൻ എഴുതി വെക്കുമ്പോൾ എന്താ കാരണം? അതിന് കർത്താവിൻ്റെ മാലാഖ വന്ന് മറിയത്തോട് സംസാരിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 1:28 മുതൽ വായിച്ച് നോക്കണേ. അവിടെ നമ്മളെന്താണ് കാണുക? കർത്താവിൻ്റെ ദൂതൻ വന്ന് മാതാവിനോട് പറയുകയാണ്, മറിയത്തോട് പറയുകയാണ്. ആദ്യത്തെ വാക്കുകളാണ്, കൃപ നിറഞ്ഞവളെ, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി. അങ്ങനെ പറഞ്ഞിട്ട് പിതാവായ ദൈവം പറഞ്ഞ ദൂതാണ് പറയാനായിട്ട് മാലാഖിയിരുന്നത്. എന്നാൽ ആ ദൂത് പറയാനായിട്ട് മാതാവിൻ്റെ നേരെ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ മറിയത്തിൻ്റെ നേരെ നോക്കുമ്പോൾ സദാസമയം പിതാവായ ദൈവത്തെ കാണുന്ന ഗബ്രിയേൽ ദൂതൻ കാണുകയാണ് മാതാവിൻ്റെ അടുത്ത് പിതാവായ ദൈവത്തെ, മറിയത്തിൻ്റെ അടുത്ത് പിതാവായ ദൈവത്തെ. അത് ഈശോയല്ല, ഈശോ അപ്പോൾ വന്നിട്ടില്ല മറിയത്തിൽ. അത് പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് അപ്പോൾ വന്നിട്ടില്ല. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് മറിയത്തിലേക്ക് വന്ന് ഈശോയെ ഗർഭം ധരിക്കുന്നത്? മറിയം പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് എന്നിൽ പൂർത്തിയാകട്ടെ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് മറിയത്തിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? പിതാവായ ദൈവം ഉണ്ടായിരുന്നു. പിതാവായ ദൈവം മറിയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് സാക്ഷ്യം നൽകുന്നത് ഗബ്രിയേൽ മാലാഖയാണ്, മനുഷ്യരാരുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദപരംഗതൻ്റെ വെളിപാടലൊന്നും അല്ല അത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് കിട്ടിയ ദർശനമല്ല അത്. ദൂതൻ നുണ പറയുകയില്ല. അതുകൊണ്ട് ദൂതൻ പറഞ്ഞു, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. കർത്താവ് മറിയത്തിൻ്റെ കൂടെ ഉള്ളത് എപ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈശോ ജനിക്കുന്നതിന് മുമ്പേ. അങ്ങനെയാണെങ്കിൽ മറിയത്തിൻ്റെ അവസ്ഥ എന്താണെന്നും കൂടെ തിരിച്ചറിയുന്നത് നല്ലതാണ്. അതിന് നമുക്ക് മനസ്സിലാക്കാൻ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് വചനമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ സത്യം സ്വതന്ത്രമാക്കുമെങ്കിൽ ഈ വചനം ഒന്ന് മനസ്സിലാക്കിയത് കുറച്ചും കൂടെ അതിന് ക്ലാരിറ്റി കിട്ടും നമുക്ക്. അത് വേറെ വചനമൊന്നുമല്ല. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണ് 5-ാം വാക്യത്തിൽ മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തി ആളുന്നത് മോശ കണ്ടു. എന്തുകൊണ്ടാണ് മുൾപ്പടർപ്പിൽ ഇങ്ങനെ തീ കത്തുന്നതെന്നറിയാൻ, ഇനി ഒരു തീപിടുത്തമൊക്കെ ആണോ, കാട്ടുതീയുടെ പടലിലാണെങ്കിൽ ആ തുടക്കത്തിലെ അവസാനിപ്പിക്കാമെന്ന് ഓർത്തായിരിക്കാം, മാനുഷികമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മോശ അടുത്തേക്ക് ചെന്നു. മോശ ആ തീയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ നമുക്കറിയാം, തീയുടെ അടുത്തൊന്നും കെട്ടിപ്പിടിച്ച് നിൽക്കാനൊന്നും ആർക്കും പറ്റിയല്ല. ഒരു പരിധി ലിമിറ്റ് കഴിഞ്ഞാൽ പൊള്ളും നമ്മളെ. അപ്പോൾ ആ പരിധിക്ക് പുറത്ത്, പൊള്ളുന്നതിൻ്റെ പരിധിക്ക് പുറത്ത് ആര് നിൽക്കുന്നത്? മോശ നിൽക്കുന്നത്. എങ്കിലും മോശ അങ്ങ് ചെന്നപ്പോൾ അഗ്നിയിൽ നിന്ന് സ്വരമുണ്ടായി. എന്താണ് കേട്ടത് അഗ്നിയിൽ നിന്നും? മോശേ, നീ അടുത്ത് വരരുത്, കാരണം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഈ അഗ്നി പരിശുദ്ധമാണെന്നൊന്നും അല്ല പറയുന്ന ദൈവം.
ചില ബൈബിൾ ഭാഗങ്ങൾ നമ്മൾ വായിക്കും, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരൊക്കെ പറയുമ്പോൾ ദൂതൻ സംസാരിച്ചു എന്നൊക്കെ പറയും. എന്നാൽ ബൈബിൾ നമ്മൾ വായിക്കും, കർത്താവ് സംസാരിക്കുകയാണ് മോശയോട്. മോശ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. എന്താ കാരണം? അഗ്നിയിൽ ദൈവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അഗ്നിയിൽ ദൈവം ഉണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവനും പരിശുദ്ധമാണെന്ന് ദൈവമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഗബ്രിയേൽ ദൈവദൂതൻ പറയുകയാണ്, മറിയത്തെ നോക്കി, കർത്താവ് നിൻ്റെ കൂടെയാണ്. മറിയത്തിൻ്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ മറിയം യേശു ജനിക്കുന്നതിന് മുമ്പേ പരിശുദ്ധയായിരുന്നു. തർക്കമുണ്ടോ? അത് വചനമാണ്. യേശു ജനിക്കുന്നതിന് മുമ്പേ പരിശുദ്ധയായ മറിയത്തിലാണ് യേശു വന്ന് ജനിക്കുന്നത്, കർത്താവ് കൂടെയുള്ള മറിയത്തിൽ. അപ്പം മറിയം പരിശുദ്ധയാണ്. നമ്മൾ ലുത്തീനിയൊക്കെ ചെല്ലുമ്പം പരിശുദ്ധ മറിയം, അല്ല നമ്മൾ കൊന്തയുടെയൊക്കെ ബാക്കി ചെയ്യുമ്പോൾ പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അത് നിങ്ങൾ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അതെല്ലാം വചനമാണ്. അത് ആരുടെയും കണ്ടുപിടുത്തമൊന്നുമല്ല, ആരുടെയും വ്യാഖ്യാനമല്ല. അപ്പോൾ അതുകൊണ്ട് മറിയം പരിശുദ്ധയായിരുന്നു. അതുമാത്രമല്ല മറിയത്തിൻ്റെ പ്രത്യേകതകൾ. ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുക സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തിയെ എങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഞാൻ ഈ വചന ഭാഗം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൂതൻ പറഞ്ഞ വാക്ക്, ആദ്യം പറഞ്ഞ വാക്കാണ്, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, അല്ലെ നിനക്ക് സമാധാനം, എന്തുവായിക്കൊള്ളട്ടെ. അങ്ങനെ ദൂതൻ പറയുമ്പോൾ ദൂതൻ എന്താ പറയുക? ദൈവം പറഞ്ഞ കാര്യങ്ങൾ മറിയം ദൈവകൃപ നിറഞ്ഞവളാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൂതൻ സംസാരിക്കുന്നത്. മറിയം കൃപ നിറഞ്ഞവളായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായമാണ്, 16-17 വാക്യങ്ങൾ. നിങ്ങളത് എഴുതിയെടുത്ത് വെക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക്. അവിടെ നമ്മൾ വായിക്കും എങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യർക്ക്, എനിക്കും നിങ്ങൾക്കും നടങ്ങുന്ന എല്ലാ മനുഷ്യർക്കും കൃപ കിട്ടുന്ന വഴി ക്രിസ്തുവിലൂടെയാണെന്ന് ആ വചനം അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന്, 16-ാം വാക്യം അങ്ങനെയാണ്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന്, ആരുടെ? യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് വചനം. യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയും സത്യവും, അടുത്ത വചനം പറയും 17-ാം വാക്യം, മോശ വഴി നിയമം നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി. കൃപയും സത്യവും ഉണ്ടായത് യേശു ക്രിസ്തു വഴിയായിട്ടാണ്. അപ്പോൾ യേശു ജനിക്കുന്നതിന് മുമ്പ് മറിയം കൃപ നിറഞ്ഞവളായിരുന്നു. അതെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതാണ് ദൈവത്തിൻ്റെ വലിയ തെരഞ്ഞെടുപ്പ്. എഫെസോസ് ലേഖനം 2:8 അതിനൊരു മറുപടി ദൈവം വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് വേണ്ടി പറഞ്ഞ വചനമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ ആരും നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണെന്ന്. അങ്ങനെയാണെങ്കിൽ മറിയത്തിന് ദൈവം നേരത്തെ യേശു ജനിക്കുന്നതിന് മുമ്പ് എന്ത് കൊടുത്തു? കൃപ കൊടുത്തു, സൗജന്യമായിട്ട്. ആരും നേടിയെടുത്തൊന്നും അല്ലെന്നാ. മറിയം നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ മറിയം കൃപ നിറഞ്ഞവളായിരുന്നു. കൃപ നിറഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്? അത് നമ്മൾ തിരിച്ചറിയണം. കൃപ നിറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകത, അതുകൊണ്ടാണ് കൃപ യേശു ക്രിസ്തുവിലൂടെ ഉണ്ടായെന്ന് പറയാൻ കാരണം. നിയമം മോശ വഴിയാണെങ്കിൽ കൃപ ക്രിസ്തു വഴിയാണെന്ന് പറയാനുള്ള കാരണം, കൃപ നിറഞ്ഞാൽ നമ്മുടെ ലെവൽ മാറും. നമ്മൾ പാപരഹിതരായി മാറും. അതാണ് അതിൻ്റെ ഗുണം. അത് അറിയണമെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കണം. അവിടെ നമ്മൾ വായിക്കുന്ന വചനം ഇങ്ങനെയാണ്. റോമ 6:14 വായിച്ചു നോക്കിയേ. പാപം നിങ്ങളുടെ മേൽ ഇനി ഭരണം നടത്തുകയില്ല. വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. വ്യാഖ്യാനം ഒന്നും വേണ്ടായിരിക്കുക ആ വചനത്തിന്, അല്ലേ? പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. ഈ പാപം ഭരണം നടത്തുകയില്ലെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? പാപം കൊണ്ടുവരുന്നത്, നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നതും പിശാചാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ സാത്താൻ നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. പാപത്തിൻ്റെ ആസക്തികൾ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ഒക്കെ പിശാചാണ് കൊണ്ടുവരിക. അപ്പോൾ പാപം ഭരണം നടത്തുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് നിങ്ങളുടെ മേൽ ഇനി ഭരണം നടത്തുകയില്ലെന്നാണ്.
ആ വചനത്തിൽ പറയും, പാപം നിങ്ങളുടെ മേൽ ഇനി ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിൻ്റെ കീഴിലല്ല, കൃപയുടെ കീഴിലാണ്. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ, തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു വ്യക്തിയുടെ മേൽ പാപത്തിന് ഭരണം നടത്താതെ ആ വ്യക്തി അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ കൃപയുടെ കീഴിൽ നിന്നാൽ മതി. നല്ലപോലെ മഴ പെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുടയൊക്കെ ചൂടി നടക്കും. കുട ചൂടി നടക്കുമ്പോൾ നമ്മുടെ മേൽ മഴ പെയ്യല, കുടയെ തട്ടി അങ്ങ് വിട്ടുപോയിക്കോളും. അങ്ങനെയാണെങ്കിൽ പാപം നിറഞ്ഞ ലോകത്തിൽ, തിന്മ പെരുകുന്ന ലോകത്തിൽ, ഇപ്പം മീഡിയയൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്തുമാത്രം മനുഷ്യരാ. പണ്ടൊന്നും അങ്ങനെയൊന്നും ഒരു തിന്മ ചിന്തിക്കാൻ പറ്റുകയില്ലായിരുന്നു. അത്രമാത്രം പറയാൻ പറ്റാത്ത രീതിയിലുള്ള തിന്മ അധികരിച്ചിരിക്കുകയാണ്. ചിലരെല്ലാം ധ്യാനം കൂടി പോകുമ്പോൾ എന്നോട് പറയാറുണ്ട്, സിസ്റ്ററെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ജോലി ചെയ്യുന്നിടത്തും വീട്ടിലും എല്ലാം പറ്റുകയില്ല. അപ്പോഴൊക്കെ ഒരു വചനം പരിശുദ്ധാത്മ പറഞ്ഞു തരാറുണ്ട്. അത് റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായം 20-ാം വാക്യം, അതിൻ്റെ അവസാനത്തെ ഒരു കുഞ്ഞു വചനമാണ്. പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചുവെന്ന്. ലോകത്തിൽ പാപം പെരുകിക്കോട്ടെ, കൃപ അതിലേറെ വർദ്ധിച്ച് നമ്മളെ പൊതിഞ്ഞു പിടിക്കും, കൃപയുടെ കീഴിൽ നിർത്തും. അതാണ് സുവിശേഷം. പാപത്തിൻ്റെ ആസക്തികൾ നിനക്ക് 100 ഉണ്ടായിക്കൊള്ളട്ടെ, കൃപ അതിൻ്റെ മേൽ 10,000 മടങ്ങായി വർദ്ധിച്ച് നിന്നെ പൊതിഞ്ഞു പിടിക്കും. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, അത് തന്നെ കാര്യം. അപ്പോൾ നമ്മൾ കൃപയുടെ കീഴിൽ വന്നാൽ പാപം ചെയ്യുകയില്ല, പാപത്തിന് നമ്മളെ തൊടാൻ പറ്റുകയില്ലെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ ഒരു സാധാരണ വ്യക്തിക്ക് കൃപയുടെ കീഴിൽ വരാനായിട്ട് പറ്റും? വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാവുന്നൊരു കാര്യമാണ് അത്. കൃപയുടെ കീഴിൽ വരാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം ആർക്കും. കൃപ നിറഞ്ഞ മറിയത്തിൻ്റെ കൂടെ നിൽക്കുക. നമ്മൾ പറയാറില്ലേ, മുല്ലം പൂമ്പടി ഏറ്റുകിടക്കും കല്ലിന് കൊണ്ടൊരു സൗരഭ്യമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ കൃപ നിറഞ്ഞ മറിയത്തിൻ്റെ കൂടെ അങ്ങോട്ട് നടന്നാൽ നമ്മൾ കൃപയുടെ കീഴിലായി. അതാണ് സത്യം. അതിനെന്ത് ചെയ്യണം? മറിയത്തിൻ്റെ കൂടെ നടക്കാൻ. മറിയത്തെ കണ്ടു കിട്ടണ്ടേന്നൊക്കെ ഓർത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. ജപമാല ചൊല്ലിയാൽ മതി. ഓരോ ജപമാല മണിയിലും നമ്മൾ ചെല്ലുന്നത് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ് എന്നൊക്കെ നമ്മൾ പറയും. പള്ളി പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ ചൊല്ലുന്ന കാര്യം, അല്ലെ പറയുന്ന കാര്യത്തിൻ്റെ ഒരു വ്യക്തമായ അടിസ്ഥാനമുണ്ട്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത വചനമാണ്. ആ ഒരു വചനമാണ് നമ്മൾ പറയുന്നത്. ആ വചനമാണ് നമ്മുടെ ജപമാലയുടെ അടിസ്ഥാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിതറിയത്തില്ലേലും ഇത് നന്നായിട്ട് അറിയാവുന്നയാളാണ് സാത്താൻ. സാത്താൻ ഇതറിയാം. കാരണം എന്താ? ആദ്യ മാതാവായ ഹവ്വയെ വഞ്ചിച്ച് അവളെ കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പഴം തീറ്റിച്ച സാത്താൻ അന്ന് പർദീസായിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുമ്പോൾ പാപത്തിൻ്റെ ഒരു ശാപമൊക്കെ പിതാവായ ദൈവം പറഞ്ഞു വെക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ, 15, 19, 20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നതാണ്. സ്ത്രീയും നീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ശത്രുതയായിരിക്കും. അപ്പോൾ ഒരു ശത്രുത, പിന്നെ ഒരു രക്ഷകനെ, സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കും എന്നൊക്കെ ദൈവം പറഞ്ഞത് ആർക്കറിയാം? നമ്മളെക്കാളും കൂടുതൽ സാത്താൻ അറിയാം. കാരണം അവൻ്റെ തല പോകുന്ന കേസ് കേട്ടാണേ. നമ്മളത്രയും ചിന്തിക്കുകയൊന്നുമില്ല. എന്നാൽ നോക്കണം പ്രിയപ്പെട്ടവരെ, അവനിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് ഈ സ്ത്രീയിൽ നിന്ന് വരുന്ന സന്തതി ആരാന്ന്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വെച്ചു 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന്. ഈ എമ്മാനുവേലിനെ തേടി പിശാച് പോയി കാണും. ആരാ എമ്മാനുവേൽ എന്നറിയാൻ? മത്തായിയുടെ സുവിശേഷം 1:21 മുതൽ വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 1:21 മുതൽ വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഇങ്ങനെ. എന്താണ്? നീ അവന് യേശു എന്ന് പേരിടണം. മറിയം ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ് നീ അവന് യേശു എന്ന് പേരിടണം. കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ അത് യേശുവാണെന്നുള്ളത് നമ്മളെക്കാളും കൂടുതൽ പിശാചിനറിയാം. അവൻ്റെ തലയെ തകർക്കാൻ പോകുന്നയാളല്ലേ. അതുകൊണ്ട്
മറിയത്തിൻ്റെ കൂടെ നിന്ന് നമ്മളല്ലേ മറിയത്തോട് നമ്മൾ ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്ന അവന് സഹിക്കല വിട്ടുപോകും. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു കൃപയുടെ ജീവിതം നയിക്കാൻ, പാപരഹിത ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്കൊന്ന് തീരുമാനമെടുക്കാം. മാതാവിനെയൊക്കെ കുറ്റം പറഞ്ഞവരും മാറ്റി നിർത്തിയവരൊക്കെ ഉണ്ടെങ്കിൽ പശ്ചാത്തപിക്ക് പ്രിയപ്പെട്ടവരെ. നമ്മുടെ അമ്മയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് എന്ത് വിഷമമുണ്ട്. എന്നാൽ കൃപ നിറഞ്ഞ ദൈവം കൂടെയുള്ള, പിതാവായ ദൈവം കൂടെയുള്ള കൃപ നിറഞ്ഞ പരിശുദ്ധയായ തൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാതെ, അല്ലേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് വരാതെ, വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകളും സ്വാതന്ത്ര്യം കിട്ടാതെയൊക്കെ പറഞ്ഞു പോയ വാക്കുകളോർത്തൊന്ന് പശ്ചാത്തപിച്ച് മറിയത്തോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാത്താൻ നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, വരികയില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ.